എൻ്റെ രാജ്യം പ്രസംഗം കുട്ടികൾക്ക്. ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നും പ്രതിജ്ഞയെടുത്ത് ശീലിച്ച നമ്മൾ ആ പ്രതിജ്ഞയിലടങ്ങുന്ന ആശയസമ്പത്തിനെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന ചോദ്യം അനിവാര്യമാണ്. ഏതൊരു രാജ്യത്തെക്കുറിച്ചും അതാത് രാജ്യവാസികൾക്ക് പലതും പറയുവാനുണ്ടാവും. എന്നാൽ നമ്മുടെ ഭാരതം ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേത് മാത്രമാണെന്ന് അഹങ്കരിക്കുന്നവർ ആ മഹത്വത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അഹന്ത കൊണ്ട് സ്ഥാനചലനം വന്ന മഹത്വത്തെയല്ല നമ്മൾ അംഗീകരിക്കേണ്ടത്. പുല്ലിനും പൂവിലും പുഴുവിലുമെല്ലാം മഹത്വം കുടികൊള്ളുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്ന അതിവിശിഷ്ട പാരമ്പര്യമാണ് ഈ നാടിനുള്ളത്. സോക്രട്ടീസിനും പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനുമെല്ലാം ജന്മം നൽകിയ സംസ്കാരത്തെ എല്ലാവരും ആദരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യകുലത്തിനാകെ വെളിച്ചം പകർന്ന നിരവധി ചിന്തകന്മാരെ കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ ഈ ഭാരതം. കൊട്ടാരക്കെട്ടിലെ സുഖഭോഗങ്ങൾ ത്യജിച്ച് കഷ്ടപ്പെടുന്നവരുടെയും കണ്ണീർ വാർക്കുന്നവരുടെയും മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ശ്രീബുദ്ധനെ ജനിപ്പിച്ചത് എൻ്റെ രാജ്യമാണ്. മതത്തെ അതിൻ്റെ വിശുദ്ധിയിൽ തന്നെ നിലനിർത്തണമെന്ന് സതുദ്ദേശത്തോടെ മതത്തെ അധികാരത്തോട് ബന്ധപ്പെടുത്തരുതെന്ന ദീപിമന്ത്രം ലോകത്തിന് ആദ്യം ഉരുവിട്ട അശോകൻ ഈ നാടിൻ്റെ സംഭാവനയാണ്. അതുപോലെ ആധ്യാത്മിക രംഗത്ത് ശ്രദ്ധേയങ്ങളായ ചിന്തകൾ സമർപ്പിച്ച ശ്രീ ശങ്കരൻ, ശ്രീ രാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, മദർ തെരേസ, വിശുദ്ധ അൽബോൻസാമ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തുടങ്ങിയവർ ഈ രാജ്യത്തിൻ്റെ എല്ലാ പുണ്യങ്ങളുടെയും മൂർത്തരൂപങ്ങളാണ്. സാഹിത്യ നോബൽ സമ്മാനം നേടിയ രവീന്ദ്രനാഥ ടാഗോറും ശാസ്ത്രരംഗത്തെ അതുല്യ പ്രതിഭയെന്ന നിലയിൽ നോബൽ സമ്മാനം കരസ്ഥമാക്കിയ CV രാമനും ഈ നാടിൻ്റെ കീർത്തി സ്തംഭങ്ങളാണ്. എല്ലാ ദിക്കുകളും എൻ്റെ സുഹൃത്തുക്കളാവട്ടെ എന്നും എൻ്റെ വാക്കിലും എൻ്റെ ഹൃദയത്തിലും മാധുര്യം നിറയട്ടെ എന്നും നമ്മളെ പഠിപ്പിക്കുന്ന വേദോപനിഷത്തുകൾ ഈ നാടിൻ്റെ പൂർവ്വകാല ധന്യതയുടെ സാക്ഷ്യപത്രങ്ങളാണ്. ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച അത്ഭുത പ്രതിഭാസമാണല്ലോ മഹാത്മാഗാന്ധിജി. അന്നുവരെ ആരും പരീക്ഷിക്കാതിരുന്ന സമരമാർഗങ്ങളിലൂടെ ഒരു നാടിനെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപ്രഭയിലെത്തിച്ചത് അദ്ദേഹമാണ്. ലോകമാണ് എൻ്റെ തറവാടെന്നും ചെടികളും പുല്ലുകളും പുഴുക്കളുമെല്ലാം ആ തറവാട്ടിൽപ്പെട്ടവരാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഒരു സത്യാന്വേഷണ പരീക്ഷയാക്കി മാറ്റിയ മഹാത്മാഗാന്ധിജിയെ ലോകത്തിന് സമ്മാനിച്ചതും ഈ നാട് തന്നെയാണ്. അങ്ങനെ വൈചിത്ര്യങ്ങളും വൈരുദ്ധ്യങ്ങളും വൈശിഷ്ട്യങ്ങളും ഏറെയുള്ള എൻ്റെ നാടിനെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുക? എൻ്റെ മാതൃരാജ്യത്തെക്കുറിച്ചുള്ള സ്മരണ എന്നിൽ അത്ഭുതവും ആഹ്ലാദവും ആദരവുമെല്ലാം ഉണർത്തുന്നു. മഹത്വങ്ങളുടെ ഗാനം ആലപിച്ചു നിൽക്കുന്ന പൂർവ്വ പുണ്യങ്ങളോട് നീതി ചെയ്യുവാൻ പാകത്തിലുള്ള ഒരു ജീവിതം രൂപപ്പെടുത്തുക എന്നതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം. പൂർവ്വകാല മഹിമകളെ സ്വാർത്ഥ മോഹങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുവാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ വഞ്ചനയാവും. എൻ്റെ രാജ്യം എൻ്റെ കാതുകളിൽ ഓതിത്തരുന്നത് സാഹോദര്യത്തിൻ്റെ ഈണങ്ങളാവട്ടെ. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാനുള്ള മാനസിക ഔന്നത്യം എൻ്റെ നാട് എനിക്ക് നൽകട്ടെ. എല്ലാ മനുഷ്യരും ഒരൊറ്റ ദൈവത്തിൻ്റെ മക്കളാണെന്ന ധന്യചിന്ത കൊണ്ട് എൻ്റെ മനസ്സ് അലങ്കൃതമാവട്ടെ. ഈ രാജ്യത്തിൻ്റെ മഹിമാതിരേകത്തിനു മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ജയ് ഹിന്ദ്.